फिर से स्वागत है हमारे चैनल में. ഇനി നമുക്ക് വെർബോട്ടിയിലെ ഈ പാഠഭാഗത്ത് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ പത്ര ഡയറി തുടങ്ങിയവയെക്കുറിച്ചുള്ള ഓരോ എക്സാമ്പിൾ വീതവും നോക്കാം. പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. फर्स्ट क्वेश्चन, बादल को देखकर घड़े को नहीं ठुलाना चाहिए. दुकानदार ने ऐसे क्यों कहा? കാർമേഘം കണ്ട് കുടം കമഴ്ത്തരുത്. കടക്കാരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആൻസർ നോക്കാം. पेन में स्याही भरवाने दुकान की ओर जाते वक्त साहिल ने पेन में बची हुई स्याही जमीन पर छिड़क दिया. दुकान में स्याही नहीं थी. साहिल द्वारा पेन में बची हुई स्याही छिड़कने की बात बेला ने दुकानदार से कहा. तब दुकानदार ने ऐसे कहा. कहने का अर्थ है किसी वस्तु को मिलने की प्रतीक्षा में हमारे पास की वस्तु को नहीं छोड़ना चाहिए. പേനയിൽ മഷി നിറയ്ക്കാനായി കടയിലേക്ക് പോയപ്പോൾ സാഹിൽ പേനയിൽ അവശേഷിച്ചിരുന്ന മഷി നിലത്ത് ഒഴിച്ചു കളഞ്ഞു. കടയിൽ മഷി ഇല്ലായിരുന്നു. പേനയിലുണ്ടായിരുന്ന മഷി സാഹിൽ നിലത്തൊഴിച്ചു കളഞ്ഞ വിവരം ബേല കടക്കാരനോട് പറഞ്ഞപ്പോഴാണ് കടക്കാരൻ എന്ത് പറഞ്ഞത്? ഒരു വസ്തു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കൈവശം ഇരിക്കുന്നത് കളയരുത് എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. जब वह उसके पास आकर बैठी उससे नजर नहीं मिल पाई. क्यों? അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവൻ്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ആൻസർ നോക്കാം. बेला को मालूम था कि वह साहिल की नज़र में बहुत अच्छी है. गणित के मास्टर ने साहिल के सामने उसका अपमान किया, इसलिए वह साहिल से नजर नहीं मिल पाई. സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബേല നല്ല കുട്ടിയാണെന്ന് അവൾക്കറിയാം. കണക്കിൻ്റെ മാസ്റ്റർ സാഹിലിൻ്റെ മുന്നിൽ വെച്ചാണ് അവളെ അപമാനിച്ചത്. അതുകൊണ്ട് അവൾക്ക് സാഹിലിന് നേരെ നോക്കാൻ കഴിഞ്ഞില്ല. थर्ड क्वेश्चन, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ പതിവിൽ കൂടുതൽ പുഞ്ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. आंसर होगा. हमेशा की तरह बेला और साहिल मित्रों के साथ गांधी चौक की बालों में खेले. सवेरे और शाम को कई लोग विश्राम करने वहाँ आया करते थे, लेकिन अब अपने चारों ओर खेलते निष्कलंक बच्चों की प्यार भरी दोस्ती देखकर गांधी जी की मूर्ति को और समय से कुछ अधिक मुस्कुरा आई. പതിവ് പോലെ സാഹിലും ബേലയും കൂട്ടുകാരോടൊപ്പം ഗാന്ധി ചൗക്കിലെ മണലിൽ കളിച്ചു. രാവിലെയും വൈകുന്നേരങ്ങളിലും ധാരാളം ആളുകൾ അവിടെ വിശ്രമിക്കാൻ വരാറുണ്ട്. എന്നാൽ തൻ്റെ ചുറ്റും കളിക്കുന്ന നിഷ്കളങ്കരായ കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ സൗഹൃദം കണ്ട് ഗാന്ധിജിയുടെ ആ പ്രതിമയ്ക്ക് പതിവിലും അധികം സന്തോഷം ഉണ്ടായി. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, वह बारिशों से पहले की बारिश का एक दिन था. कहानी के प्रसंग में यह कैसे सार्थक होता है? ഇത് മഴക്കാലത്തിന് മുമ്പേ മഴ പെയ്ത ഒരു ദിവസമായിരുന്നു. കഥയുടെ സന്ദർഭത്തിന് ഇത് എങ്ങനെ സാർത്ഥകമാകുന്നു? ആൻസർ നോക്കാം. സാഹിൽ और बेला गहरे मित्र थे. वे एक ही क्लास में एक ही सेक्शन में पढ़ते थे. उनका स्कूल 5वीं तक था. अगले वर्ष दोनों अलग अलग स्कूल जाना है. वह दिन उनका उस स्कूल में आखिरी मिलन था. बिछुड़ने के समय दोनों की आंखें अनजाने भर गई और आंसू बारिश के समान बरसा. इसलिए इस प्रसंग में यह प्रयोग बिल्कुल सार्थक है. സാഹിലും ബേലയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരേ ക്ലാസ്സിൽ ഒരേ ഡിവിഷനിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അവർ പഠിച്ചിരുന്ന സ്കൂളിൽ 5ാം ക്ലാസ് വരെയേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വർഷം രണ്ടുപേരും വേറെ വേറെ സ്കൂളിലാണ് ചേരുന്നത്. അന്ന് ആ സ്കൂളിൽ വെച്ചുള്ള അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു.
പിരിയുന്ന സമയം രണ്ടുപേരുടെയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. കാലവർഷം കണക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുകൊണ്ട് ഈ പ്രയോഗം കഥാസന്ദർഭത്തിന് തികച്ചും അനുയോജ്യമാണ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ 4 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇനി അതിൽ നിന്നും ചോദിക്കാവുന്ന വേറെ ചില ചോദ്യങ്ങളും കൂടി, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് കഹാനി കെ പാത്ര കോൻ കോൻ ഹേ? ഈ കഹാനിയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമായിരുന്നു? ഓൾറെഡി നമുക്കറിയാവുന്നതാണ്, സാഹിൽ ഓർ ബേല അല്ലേ. ഉനോനെ ഘർ സെ ജൽദി ക്യോം നിക്കൽ ഗയേ? അവരെന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്? ഉന്നെ വീർ ബഹൂട്ടിയോം കോ ദേഖ്ന ചാത്തേ തെ? അല്ലെ, അവർക്ക് വീർ ബഹൂട്ടീനെ കാണണമായിരുന്നു, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. വേ ഖേത് മേ ക്യാ കർത്തേ തെ? തേർഡ് ക്വസ്റ്റ്യൻ, വേ ഖേത് മേ ക്യാ കർത്തേ തെ? അവർ വയലുകളിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? വേ ഖേത് മേ ഭീർ ബഹൂട്ടിയോം കോ ഖോജാ കർത്തേ തെ അല്ലേ, വീർ ബഹൂട്ടിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. വീർ ബഹൂട്ടിക്ക് വിശേഷതായേം ക്യാ ക്യാ ഹെ? ഫോർത്ത് ക്വസ്റ്റ്യൻ, വീർ ബഹൂട്ടിക്ക് വിശേഷത ഏം ക്യാ ക്യാ ഹെ? വീർ ബഹൂട്ടി എങ്ങനെയുള്ളതായിരുന്നു? സൂർക്ക്, മുലായം, ഗദ്ബദി ഓർ വീർ ബഹൂട്ടിയം അല്ലേ. സൂർക്കായിരുന്നു, റെഡ് കളറിലായിരുന്നു. മുലായം സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഗദ്ബദി പതുപതുത്ത വീർ ബഹൂട്ടിയായിരുന്നു. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം? നിലത്തുകൂടി ചുറ്റിത്തിരിയുന്ന രക്തത്തുള്ളികൾ പോലെയായിരുന്നു വീർ ബഹൂട്ടി കാണപ്പെട്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് അതും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ 2 തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്, ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഇൻഫോർമൽ ലെറ്റേഴ്സിനെ കുറിച്ചാണ്. എക്സാമിനൊക്കെ ചോദിക്കുന്നത് ഇൻഫോർമൽ ലെറ്റേഴ്സാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. ഫസ്റ്റ്, സ്ഥാൻ. കത്തെഴുതുന്ന പേജിൻ്റെ വലത് സൈഡിൽ മുകളിലായിട്ട് സ്ഥാനം എഴുതുക. ശേഷം ഒരു കോമ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ പ്ലേസ്, കോമ, ഡേറ്റ്, ഒരു ഫുൾ സ്റ്റോപ്പ്, അത് കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാമത്തേതായിട്ട് സംബോധൻ കൊടുക്കുക. മാർജിനോട് ചേർന്ന് ആണ് സംബോധൻ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രയ്ക്ക് ശൈലി നോക്കുക. നെക്സ്റ്റ്, ആത്മനിഷ്ഠ ശൈലിയിലായിരിക്കണം, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കണം. നെക്സ്റ്റ്, പ്രസംഗാനുകൂലായിരിക്കണം, സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ്. അതിൻ്റെ തൊട്ട് താഴെ സ്വാഭാവിക ഭാഷ ഉണ്ടായിരിക്കണം, അതായത് വളരെ നേച്ചുറൽ ആയിരിക്കണം, സിമ്പിളായിട്ടുള്ള ഭാഷ പ്രയോഗമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ദെൻ അറ്റ് ലാസ്റ്റ് കത്തെഴുതി നമ്മൾ നിർത്തുന്ന ഭാഗത്ത് തുമാരി മിത്ര എന്നൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഹസ്താക്ഷര കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ പേര് കൊടുക്കുക, നാമ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ മിൽനെ വാലേക്ക് പദ, കിട്ടേണ്ട ആളുകളുടെ മേൽവിലാസമാണ്, സേവാമേ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നാം കൊടുക്കുക, പദ അഡ്രസ്സ് കൊടുക്കുക. ഇത് ഒരു ബോക്സിനുള്ളിൽ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ലെറ്ററിൻ്റെ എങ്ങനെ ഒരു കത്തെഴുതാം എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. क्वेश्चन, क्लास में हुए बुरे अनुभव का जिक्र करते हुए बेला ने सहेली के नाम पत्र लिखा. बेला का पत्र लिखे. ക്ലാസ്സിൽ ഉണ്ടായ ഒരു ചീത്തയായിട്ടുള്ള ഒരു അനുഭവത്താൽ ഭേല സഹേലി തൻ്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന ഒരു കത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. സ്ഥാന്, താരീഖ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പ്രിയമിത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടന്റ്, സപ്രേം നമസ്കാർ, തും കൈസേ ഹോ, നമസ്കാരം, തും കൈസേ ഹോ, നിങ്ങൾക്ക് സുഖം തന്നെയാണോ. കൽ ഹമാര ക്ലാസ് മേ ഏക് ഘടന ഹുയി, ഇന്നലെ ഞങ്ങളെ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. സുരേന്ദ്ര ജി കാ പീരീഡ് താ, സുരേന്ദ്ര സാറിൻ്റെ പീരീഡ് ആയിരുന്നു. വേ കോപ്പി ജാഞ്ച് രഹേത്തെ, അദ്ദേഹം കോപ്പി ചെക്ക് ചെയ്യുകയായിരുന്നു. മേരെ കോപ്പി മേ ജാഞ്ചത്തെ വക്ത് അച്ചാനക് ഉന്നോനെ മേരെ ബാലോ മേ
പഞ്ചാ ഫൻസായ. അദ്ദേഹം കോപ്പി നോക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ മുടി കുത്തിൽ പിടിച്ചു. മേ കാമ്പനെ ലഗ, ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. വാസ്തവമേ മേരി കോപ്പി മേ ഗലത്തി നഹി തി, വാസ്തവത്തിൽ എൻ്റെ കോപ്പിയിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഈ ജാൻകർ ഉന്നോനെ മുझे छोड़ दिया, ഇത് പിന്നീട് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിട്ടു. और कॉपी को मेरा बैठने की जगह पर फेंका, കോപ്പി ഞാനിരിക്കുന്ന സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. मेरी मन बहुत खराब हो गया, എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. മാസ്റ്റർ ജി ചാഹേ മുझे पीट लेते मगर साहिल के सामने नहीं, മാസ്റ്റർ ജി എന്നെ അടിച്ചോട്ടെ, എന്നിരുന്നാലും സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. मैं लज्जित हो गई, ഞാൻ വളരെയധികം നാണിച്ചു പോയി. സാഹിലിനെ മേരെ ബാരെ മേ ക്യാ സോച്ചാ ഹോഗ, സാഹിൽ എന്തായിരിക്കും എന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ. തുമാര ജവാബി പത്രക്കോ പ്രതീക്ഷാമേ അബ് സമാപ്ത കർത്തിയും, നിന്റെ തിരികെയുള്ള കത്ത് പ്രതീക്ഷിച്ച് ഞാൻ നിർത്തുന്നു. തുമാരി മിത്ര, അത് കഴിഞ്ഞിട്ട് ഹസ്താക്ഷരം കൊടുക്കണം എന്ന് പറഞ്ഞു. പേര് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് സേവാമേ കൊടുക്കുക, നാം പദ അതൊരു ബോക്സിലാക്കി വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഡയറി റൈറ്റിംഗ് ആണ്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അതിൽ താരീഖ് ആൻഡ് ദിനാങ്ക് വേണം, ഡേറ്റ് ആൻഡ് ഡേയും കൊടുത്തിരിക്കണം. സ്ഥലം വേണ്ട, മാസം ദിവസം വർഷം ഇത് മാത്രം മതി. പിന്നെ അടുത്തായിട്ട് സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കണം, ആത്മനിഷ്ഠ ശൈലിയിലായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഘടനാപർ അപ്നാ വിചാർ, ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൽ നമ്മളുടെ കാഴ്ചപ്പാട്, അതാണ് ഘടനാപർ വിചാർ എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ഉചിത് ഭാഷ ആയിരിക്കണം, ശരിയായിട്ടുള്ള ഒരു സിമ്പിൾ ഭാഷാ ശൈലി, അതായത് ഡയറിയുടേതായിട്ടുള്ള ഒരു ഭാഷാ ശൈലി ആയിരിക്കണം. അതുപോലെ തന്നെ വിരാമചിഹ്ന, അർദ്ധവിരാമ, ആശ്ചര്യചിഹ്ന ഇവയൊക്കെ ഉണ്ടെങ്കിൽ, ഫുൾ സ്റ്റോപ്പ്, കോമ, എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് ചേർക്കുക. അതുപോലെ തന്നെ സരൾ ഓർ സംക്ഷിപ്ത് എന്ന് പറഞ്ഞാൽ ഡയറി എഴുതുമ്പോൾ അതൊരു ചുരുക്കത്തിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇതിനൊരു ക്രമബദ്ധത വേണം, ക്രമം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം, ഓർഡർ വൈസായിട്ട് ആണ് ഇത് എഴുതേണ്ടത്. ഇത് ഡയറി നോക്കാം. घर जाते वक्त भेला दुखी थी, रात में उसने डायरी लिखी, वह डायरी कल्पना करके लिखे. വീട്ടിൽ പോയതിന് ശേഷം ഭേല വളരെയധികം ദുഃഖിതയായി. രാത്രിയിൽ അവൾ ഡയറി എഴുതി. വ ഡയറി കൽപ്പന കർക്കെ ലിഖെ, ആ ഡയറി സങ്കല്പിച്ച് എഴുതുക. അപ്പോൾ നമ്മൾ ഡയറി എഴുതേണ്ട സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു. ആദ്യം അതിൻ്റെ ഡേറ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഡേ എഴുതുക, എന്നിട്ട് ഡയറി സ്റ്റാർട്ട് ചെയ്യുക. യേ ദിൻ മേ കൈസേ ഭൂൽ സക്തി, ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മേരി കോപ്പി മേ കോയി ഗലത്തി നത്തി, എൻ്റെ കോപ്പിയിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഫിർ ബി ഉന്നോനെ മേരി ബാലോ മേ പഞ്ചാ ഫസായ, എന്നിട്ടും അദ്ദേഹം എൻ്റെ മുടിക്കുത്തിന് പിടിച്ചു. അപ്പം ഈ ഗലത്തി മാലൂം ഹോനെ പർ ഉന്നോനെ മുझे छोड़ दी, തൻ്റെ തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം എന്നെ പിടിവിട്ടു. വേദനാസെ അധിക ലജ്ജ മഹസൂസ് ഹുയി, വേദനയിൽ അധികം എനിക്ക് ലജ്ജയായിരുന്നു തോന്നിയിരുന്നത്. കക്ഷാമേ സബ് സാത്യോ കെ സാമനെ അന്മാനിത് ഹുയി, ബാക്കിയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാം ഇടയിൽ ഞാനൊരു അപമാനിതയായി. ലിഖി അഭി ഗിർ ജായേഗി, ഞാനിപ്പോൾ വീഴാൻ പോകുമെന്ന് തോന്നി. സാഹിലിനെ മേരെ ബാരെ മേ ക്യാ സോച്ചാ ഹോഗ, സാഹിൽ എന്നെ പറ്റി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ആगे के बारे